ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ പമ്പിങ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ടാപ്പ് അതുപോലെ തന്നെ ആംഗിൾ കോക്ക് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫിറ്റിങ്സ് ഇളകാറുണ്ട്. ഇങ്ങനെ ഇളകി കാലക്രമേണ അവിടെ ലീക്ക് സംഭവിക്കാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്ലംബിങ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മെയിനായിട്ട് എല്ലാ ഹോളുകളും നമുക്ക് അടയ്ക്കാൻ സാധിക്കണമെന്നില്ല. എല്ലാം അടയ്ക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇനി അതല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ ടാപ്പ് അതുപോലെ തന്നെ ആംഗിൾ കോക്കൊക്കെ വരുന്ന ത്രെഡ് എൽബോകളുണ്ട്. അതായത് മുക്കാൽക്ക് അര വരുന്ന ത്രെഡ് എൽബോകൾ വരുന്നുണ്ട്. ഈ ഏരിയ കറക്റ്റായിട്ട് നമ്മൾ പരിക്കല്ല് കറക്റ്റ് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് പിരിക്കുന്നതിൻ്റെ സമയത്ത്, ടാപ്പോ ആംഗിൾ കോക്ക് ഇടുന്നതിൻ്റെ സമയത്ത് തന്നെ ഇത് ഒന്നല്ലെങ്കിൽ ഇളകാനുള്ള ചാൻസ്, ഇളകി ഇങ്ങനെ പോരാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നവരും അകത്ത് ഉറച്ചിട്ടില്ലെങ്കിൽ അകത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എത്ര ടൈറ്റ് ചെയ്യുന്നോ അത്രയും ടൈൽ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഭാവിയിൽ അത് പതുക്കെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ ടൈൽ മൊത്തം പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് പ്ലംബിങ് ചെയ്തതിന് ശേഷം നമ്മൾ പരിക്കന് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ആംഗിൾ കോക്ക്, ടാപ്പ്, അങ്ങനെ വരുന്ന ത്രെഡ് എൽബോ ഇട്ടിരിക്കുന്ന എല്ലാ ഏരിയകളിലും പരിക്കും വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അത് നല്ല സിമൻറ്റ് കൂടുതലുള്ള ഇട്ടതിന് ശേഷം മാത്രം, സിമൻറ്റ് കൂടുതലിട്ട് പരിക്കനാക്കിയതിന് ശേഷം മാത്രം എല്ലാം ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എത്ര ബലം കൊടുത്താലും അതായത് ഇളകാനുള്ള ചാൻസ് ഒരു 90% ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ടൈല് കനം കൂടി പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ പറയുന്ന ഫിറ്റിങ്സ്, അതായത് മുക്കാൽക്കാര ത്രെഡ് എൽബോ ടൈലിൻ്റെ കനം കൂടി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന ത്രെഡ് എൽബോ ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ പരിക്കിന് ഉപയോഗിച്ചിട്ട് എല്ലാ ഏരിയകളും നന്നായിട്ട് ഉറപ്പിക്കുക. ഡൈവേർട്ടർ ഉണ്ടെങ്കിൽ ഡൈവേർട്ടർ ഉറപ്പിക്കുക. ഇത് ഉറപ്പിച്ചിട്ടില്ല, ഇനി ഡൈവേർട്ടർ കൂടി ഉറപ്പിക്കാനുണ്ട്. അതിന് മുന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഡൈവേർട്ടറും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉറപ്പിക്കണം. കാരണം ഡൈവേർട്ടർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ലിവർ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഇളകിയതിന് ശേഷം അവിടെ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ടൈല് കാര്യങ്ങൾ മൊത്തം പൊട്ടിക്കണം. അത് മാത്രമല്ല ഭിത്തിയിൽ നനവ് വരും, വലിയ പ്രശ്നമായിരിക്കും കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്തിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു അടിപൊളി ബാത്റൂം, ലീക്കില്ലാത്ത രീതിയിൽ എന്നും ഒരു ഈട് നിൽക്കുന്ന രീതിയിലുള്ള ബാത്റൂം ഡിസൈൻ ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം അതായത് ടാപ്പ് കാര്യങ്ങൾ ഇളകാത്ത രീതിയിൽ എങ്ങനെ ഉറപ്പിക്കാമെന്നും അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആക്കാമെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.